സംഭൂജ സദസ്സിന് വന്ദനം. ഗുരുദേവന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നാണ് അനുകമ്പാദശകം. എല്ലാ മതസാരവും മേഘമെന്ന് പറയുന്ന കൃതിയാണ് അനുകമ്പാദശകത്തിലുള്ളത്. ഒന്നാം ശ്ലോകത്തിൽ പറയുന്നു, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിന്നിരുമൈ വിട്ടകലാത ചിന്തയും. ഭൂമിയിലെ നിസ്സാര വസ്തുവായ ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പിനു പോലും എന്നാൽ സങ്കടം വരുത്തരുതേ കരുണാകരനായ ഭഗവാനെ എന്ന് ഗുരു പറയുകയാണ്. കരുണാകര ഭഗവാനോട് പറയുകയാണ്, ഈ ഭൂമിയിൽ ഒരു ചെറിയ ജീവിക്ക് പോലും എന്നാൽ ഖേദം വരുത്തുവാൻ ഇടവരുത്തരുതെന്ന്. അതിനുശേഷമുള്ള ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, അറിവുള്ളവൻ അൻപുള്ളവന് ജ്ഞാനമുള്ളവന് സുഖം വന്നു ചേരും. എന്നാൽ ജ്ഞാനമില്ലാത്തവന് ദയയില്ലാത്തവന് എത്ര കോടീശ്വരനായാലും ദുഃഖങ്ങൾ വന്നു ചേരുമെന്ന് ഗുരു പറയുന്നു. അതിനുശേഷം അരുളെൻപനുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുള്, അൻപ്, ദയ, ജ്ഞാനം, സ്നേഹം എന്നിവയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവന് എന്തും കീഴടക്കാമെന്ന് പറയുന്നു. സഹജീവികളോടുള്ള സ്നേഹമാണ് ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വന്തം കുടുംബത്തോടും സഹോദരന്മാരോടും സമൂഹത്തോടുമുള്ള സ്നേഹം, ദയ ഉണ്ടായിരിക്കണമെന്ന് ഗുരു പറയുന്നു. അങ്ങനെയുള്ളവനാണ്, അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നു. ആ 9 അക്ഷരത്തിലൂടെ ദയയും സ്നേഹവും ജ്ഞാനവും ഉള്ളവനാണ് ജീവി എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം അരുളില്ലയതെങ്കിലസ്ഥിതോ സ്ഥിരനാറുന്നൊരിടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ബലഗന്ധ പുഷ്പമാം. അരുളില്ലെങ്കിൽ, അനുകമ്പയില്ലെങ്കിൽ അവൻ വെറും നിർഗുണമായ 7 ഗുണങ്ങളോടുകൂടിയ 7 ദുർഗന്ധം വമിക്കുന്ന അസ്ഥി, മജ്ജ, രക്തം, മാംസം എന്നീ ദുർഗന്ധം വമിക്കുന്ന ഗുണങ്ങളോടുകൂടിയ ദേഹം മാത്രമായി തീരും എന്നാണ് ഗുരുവിടെ പറയുന്നത്. കാരണം അതിന് ഉദാഹരണം പറയുന്നത് മരുഭൂമിയിലുള്ള കാനാൽ ജലം ഒഴുകുന്നില്ല. അത് അവിടെ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന കാനജലത്തോടും മരുഭൂമിയിൽ വെള്ളമില്ലാതെ കിട്ടുന്ന പൂവും ഫലങ്ങളും ഇല്ലാതെ തരുന്ന പൂവിനോടുമാണ് അരുളില്ലാത്ത ജീവിയെ ഗുരുദേവൻ ഉപമിക്കുന്നത്. അതിനുശേഷം വരുമാറും ഇമ്പവിധം, അതായത് മനുഷ്യ ജീവിതത്തിലെ 6 അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. ജനിക്കുക, വളരുക എന്ന് തുടങ്ങിയ വളരുക എന്നിങ്ങനെ 6 അവസ്ഥകളെ കുറിച്ച് ഗുരു പറയുന്നു. ആ അവസ്ഥകൾ ഉണ്ടാവണമെങ്കിൽ ആ അവസ്ഥകളിലൂടെ മനുഷ്യജീവിതം കടന്നു പോകുമ്പോൾ ജനിച്ചു മരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അരുളുള്ളവൻ, സ്നേഹമുള്ളവനാണെങ്കിൽ അവൻ മരിച്ചാലും അവന്റെ കീർത്തി ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് ഗുരു അടിവരയിട്ട് പറയുന്നു. അതിനുവേണ്ടി തുടർന്നുള്ള 5 ശ്ലോകങ്ങളിൽ കീർത്തിയുള്ള ജനതയെയാണ് ഗുരു ഉപമിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും കണ്ട് അമ്പയാതെ അസ്ത്രമെടുക്കാതെ നിൽക്കുന്ന കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിലൂടെ ഈ ജീവിതം ധർമ്മത്തിന് അടിസ്ഥാനമാക്കി ജീവിക്കണമെന്ന് ഗുരു അരുൾ ചെയ്യുന്നു. അതിനുശേഷം ബുദ്ധനെയും ശ്രീ ശങ്കരാചാര്യരെയും കരുണയുള്ളവനായി ഗുരു ഉപമിക്കുന്നു. അതിനുശേഷം പിന്നെയുള്ള അടുത്ത ശ്ലോകത്തിൽ ഗുരു പറയുന്നു, അതായത് ജനിച്ചപ്പോൾ തന്നെ കരുണയുള്ളവനാണ് ഭഗവാനെ കുറിച്ച് പറയുന്നു. മഹാഭാരത ഗുരുവായ ഭഗവാനെ കുറിച്ച് ഗുരു പറയുന്നു. പിന്നീട് ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന ശ്രീരാമ മഹാരാജാവിനെ കുറിച്ച് ഗുരുദേവൻ പറയുന്നു, അനുകമ്പയാണ്ടവൻ എന്ന് പറയുന്നു. അതിനുശേഷം തമിഴ് കവികളായ തിരുஞான സംബന്ധരെ കുറിച്ച് പറയുന്നു. കാരണം അതിലും ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ, അതായത് കുബ്ജപാണ്ഡ്യന്റെ ജ്വര ഭസ്മം കൊണ്ട് മാറ്റി എന്നാണ് പറയുന്നത്. അവർക്കെല്ലാം അങ്ങനെ സാധിക്കുന്നത് അവർ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സ്നേഹിക്കുകയും അനുകമ്പയോടെ പെരുമാറുന്നത് കൊണ്ടാണെന്ന് ഗുരുദേവൻ വ്യക്തമാക്കുന്നു. പിന്നീട് അപ്പരെ കുറിച്ച് പറയുന്നു. കാരണം
സ്വന്തമായിട്ട് വയറുവേദന ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വയറുവേദന മാറ്റി എന്ന് പറയുന്നു. ഇങ്ങനെ മഹാന്മാർക്കെല്ലാം അനുകമ്പ, ദയ ഉണ്ടായിരിക്കണമെന്ന് ഗുരു ആവർത്തിച്ചു പറയുന്നു. അതുകൂടാതെ സർവ്വ ജീവജാലങ്ങളിലും ഗുരു അനുകമ്പ കാണുന്നു. കാമധേനു പശു എന്തു ചോദിച്ചാലും തരുന്ന പശുവാണ് കാമധേനു പശു. കാമധേനു പശുവിലും കൽപ്പക വൃക്ഷത്തിലും എല്ലാം അനുകമ്പയുണ്ട് എന്ന് ഗുരുദേവൻ അരുൾ ചെയ്യുന്നു. അതിനുശേഷം ഗുരു പറയുകയാണ്, ഈ ലോകത്ത് എല്ലാ മതഗ്രന്ഥങ്ങളിലും മത നേതാക്കന്മാരും പറയുന്നത് സത്യം ഒന്നു തന്നെയാണ്. അതായത് മതപ്പോരുകൾ നടക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് അരുൾ ചെയ്ത ഗുരുദേവൻ എല്ലാ മതസാരവുമേകമെന്ന് അനുകമ്പാദശത്തിലൂടെ പറയുന്നു. അതിനുശേഷം ബലശ്രുതിയിൽ ഗുരു വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അനുകമ്പ, അൻപ്, ദയ, സ്നേഹം എന്നീ മൂല്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ചുകൊണ്ട് ഗുരുദേവൻ അനുകമ്പാദശകം അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഈ അനുകമ്പാദശകം പഠിക്കണമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാഖ്യാനം പഠിച്ചാൽ അനുകമ്പയുള്ളവരായി തീരുമെന്ന് ഗുരു ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.